തങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന രാജ്യങ്ങൾക്ക് ആക്രമണത്തിലൂടെ മറുപടി നൽകാനായിട്ട് ഇറാൻ ഇതാ ഒരു ശക്തമായ നീക്കം നടത്തുന്നു. അതായത് മാനവരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വിനാശകരമായ വെപ്പണുമായിട്ടാണ് ഇറാൻ ഇറങ്ങാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ സെൽസിനെ അണിനിരത്തിക്കൊണ്ട് വളരെ നിശബ്ദവും എന്നാൽ ഗൊറില്ല യുദ്ധത്തിന് സമാനമായതുമായ ഒരു യുദ്ധരീതി അവലംബിക്കാനായിട്ട് പോകുന്നു. ഈ രീതി അവലംബിക്കാനുള്ള എല്ലാ നീക്കവും ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ള സുപ്രധാന വിവരം അമേരിക്ക തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് എൻക്രിപ്റ്റ് ചെയ്ത ചില മെസ്സേജുകൾ ചില പ്രത്യേക മേഖലകളിലേക്ക് ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് അയച്ചിരിക്കുന്നു. കൂടാതെ റേഡിയോ ഫ്രീക്വൻസിയിലും ഈ മെസ്സേജുകൾ പോയിട്ടുണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പരമ്പരാഗത രീതിയിലുള്ള സെല്ലുലാർ ശൃംഖലയിലൂടെയോ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയോ അല്ല അയച്ചത്. അതുകൊണ്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സംശയം തോന്നിയത്. ഇറാനിൽ നിന്ന് പല കാലങ്ങളിലായി പല രാജ്യത്തിലേക്ക് കുടിയേറിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ പലരെയും സ്ലീപ്പർ സെൽസായിട്ട് ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ മര്യാദക്കാരായിട്ട് അവിടുത്തെ പൗരന്മാർക്കൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഇവർക്ക് ആത്യന്തികമായിട്ടൊരു ലക്ഷ്യമുണ്ട്. അത് ഒരു പക്ഷേ ഈ രാജ്യത്ത് നിന്ന് നൽകുന്ന നിർദ്ദേശമായിരിക്കാം. അതല്ലെങ്കിൽ ഇത്രയും കാലം അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചില സെൻറ്റേഴ്സിൽ നിന്ന് പോകുന്ന മെസ്സേജ് ആയിരിക്കാം. ഇവിടെ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് എൻക്രിപ്റ്റ് ചെയ്ത ഈ മെസ്സേജുകൾ പൂട്ടിപ്പോയ ഒരു റേഡിയോ സ്റ്റേഷനിലെ അതേ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ചില മെസ്സേജുകളൊക്കെ പോകുന്നത് ഈ ചാര സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാത്രമല്ല രാജ്യാന്തര തലത്തിൽ ഒരു പുതിയ റേഡിയോ സ്റ്റേഷൻ തുറക്കുകയും അതിലൂടെ ഇത്തരത്തിലുള്ള ചില മെസ്സേജുകൾ പാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ വളരെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്താനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. മാത്രമല്ല ഇക്കാര്യം തങ്ങളുമായി സഹകരിക്കുന്ന ലോകത്തെ മറ്റ് രാജ്യങ്ങളെയും അറിയിച്ചു. അങ്ങനെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ ഒരു അന്വേഷണത്തിൽ IRGCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെൽസിൽ 2 പേരെ പിടികൂടുന്നു. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇറാനിൽ നിന്ന് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും GCC രാജ്യങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാനായിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ഇവർ സമ്മതിച്ചു. മാത്രമല്ല ഇവർക്ക് ഈ ആശയവിനിമയ ഉപാധികളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനുള്ള ടെക്നോളജി, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും സാങ്കേതിക വിദ്യയിലേക്ക് നുഴഞ്ഞു കയറാനുമുള്ള പരിശീലനം ഒക്കെ ലഭിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, മറ്റൊരു വിദേശ രാജ്യത്ത് ഒരു വിദേശ ശക്തിക്ക് അട്ടിമറി നടത്താൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് ഇറാൻ പല കുറി തെളിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന, തങ്ങളുടെ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുന്ന പാശ്ചാത്യ ശക്തികളെ തകർക്കാൻ ഇവർക്ക് കഴിയും. ഇപ്പം ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള, ഹൂത്തികളെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യമൻ, അതുപോലെ തന്നെ ഈ ഹമാസിലും മറ്റും ഹമാസിൻ്റെ പ്രവർത്തനം ഈ ഗാസയിലും മറ്റും നടത്തി ഇവിടെയൊക്കെ ഇറാൻ്റെ പ്രോക്സികളാണ് പ്രവർത്തിച്ചത്. അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്ന് ഇവർക്കറിയാം. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താ? വളരെ നിശബ്ദവും ഒളിപ്പോരും ചേർന്നുള്ള ഒരു ചാരവൃത്തിയാണ് നടത്തുന്നത്. ഈ പ്രവർത്തനത്തെ, അതായത് സ്ലീപ്പർ സെൽസിനെ പ്രവർത്തന സജ്ജമാക്കുന്ന ആ ഒരു പ്രോഗ്രാമിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രിഗർ എന്നാണ്. അപ്പോൾ ഓപ്പറേഷണൽ ട്രിഗറിന് സമയമായി എന്നുള്ള വ്യക്തമായ വിവരമാണ് ഇവർക്ക് നൽകുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് ആർക്കും ശല്യമില്ലാതെ യാതൊരു സംശയത്തിനും ഇട നൽകാതെ ജീവിച്ചിരുന്ന ഇറാനിയൻ പൗരന്മാർ, അവിടുത്തെ മതനിയമങ്ങളെ പിന്തുണയ്ക്കുന്നവരൊക്കെ തന്നെ ഒരു സുപ്രഭാതത്തിൽ തീവ്രവാദ നിലപാടുള്ളവരോ ഭീകരവാദികളോ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ളവരോ ആയിട്ട് മാറിപ്പോവുകയാണ്. ഇവരിൽ എല്ലാവരും ആക്രമണം നടത്തണമെന്നില്ല. കുറച്ചു പേർ ചെയ്യുന്നത് ഒരു പക്ഷേ ആ രാജ്യത്ത് നിന്ന് സുപ്രധാനമായ വിവരങ്ങൾ ശേഖരിച്ച് ഇറാനിലേക്ക് അയക്കുകയായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ ചെയ്യുകയായിരിക്കും. കൂടാതെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാനും സൈബർ അറ്റാക്ക് നടത്താനും ഇവർ തയ്യാറാകുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വളരെ അപ്രതീക്ഷിതമായ ഒരു നിഴൽ യുദ്ധത്തിന് ഇറാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. US-ൻ്റെ ഡിഫൻസ് സെക്രട്ടറി ഉണ്ട് പീറ്റ് ഹെക്സത്ത്. അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ഈ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ബിഗ് വേവ് എന്ന് പറയുന്ന ശക്തമായ ആക്രമണം അവർക്കെതിരെ ഉണ്ടാകും. ഇവിടെ അദൃശ്യമായ യുദ്ധമാണ്. അപ്പോൾ ഇറാൻ്റെ വിദേശ നയം ഇപ്പോൾ കൂടുതൽ തീവ്രമായി മാറി. കാരണം മൊജ്താബ് ഖമനേയി എന്ന് പറയുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ മകനാണ്
പുതിയ പരമാധികാരിയായിട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെയും സംഘടനകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ മാത്രമല്ല, ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ചില കൃത്യമായ സൂചനകൾ ലഭിച്ചു. ഇപ്പം MI5 നാഷണൽ സൈബർ സെക്യൂരിറ്റി വിങ് ഇതൊക്കെ തന്നെ സൈബർ അട്ടിമറി നടത്താനുള്ള, അതുപോലെ തന്നെ രാജ്യത്ത് പല അട്ടിമറികളും സ്ഫോടനങ്ങളും നടത്താനുള്ള നീക്കമൊക്കെ മണത്തറിയുകയാണ്. കൃത്യമായിട്ട് തെളിവുകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ്റെ സൈബർ വിങ് യൂറോപ്യൻ ശൃംഖലകളിൽ വലിയ തോതിലുള്ള അട്ടിമറി നടത്താനുള്ള എല്ലാ പദ്ധതികളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത്. ഇവിടെ GCC രാജ്യങ്ങൾ ഈ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സൈബർ അറ്റാക്ക് നടത്താനായിട്ട് പോകുന്നത്. അവിടുത്തെ എണ്ണപ്പാടങ്ങളെ കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ മലിനീകരണം ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ ഇവർ ഇവിടെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു വിദേശ ശക്തിക്ക് മറ്റൊരു രാജ്യത്ത് അട്ടിമറി നടത്താൻ പറ്റില്ലെന്ന് നമ്മൾ കരുതുമെങ്കിലും നമുക്കിടയിൽ ഇന്നലെ വരെ സാധാരണക്കാരായി ജീവിച്ച ആളുകൾ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും പോലെ ടാക്സിയും ഒക്കെ ഓടിക്കുന്ന ആളുകൾ, എന്തിന് ഡോർ ഡെലിവറി നടത്തുന്ന ആളുകൾ പോലും ഒരു സുപ്രഭാതത്തിൽ ഈ സ്ലീപ്പർ സെൽസിൽ നിന്ന് ഒറിജിനൽ ഈ ഓപ്പറേഷണൽ ട്രിഗേഴ്സായിട്ട് മാറുകയാണ്. ഇവരുടെ പ്രവർത്തനം ഏത് രീതിയിൽ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു അദൃശ്യ യുദ്ധമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജയം മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിയൻ അനുകൂല സംഘടനകൾ, വ്യക്തികളൊക്കെ തന്നെ വലിയ തോതിൽ പണം സമാഹരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ അനുകൂലമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കും. തെറ്റായ വാർത്തകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വലിയ പ്രാമുഖ്യം നൽകും. അവിടുത്തെ സൈബർ സെക്യൂരിറ്റി ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അതിന് വിള്ളലുണ്ടാക്കും. കാരണം എൻ്റെ രാജ്യത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി, എൻ്റെ രാജ്യത്തിന് മേൽ തുടർച്ചയായി ഉപരോധങ്ങളുണ്ടായി എങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയെ തകർക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് രഹസ്യ വിവരങ്ങൾ കൈമാറാൻ തയ്യാറുള്ള, സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറുള്ള, ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധരായിട്ടുള്ള, ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം തന്നെ ഇറാൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇവർ പതിയെ പതിയെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ആ സംഘർഷം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമോ യുദ്ധമോ എന്നതിനപ്പുറത്തേക്ക് അതിർത്തി കടന്നു പോകും. അത് സൈബർ ആക്രമണമായിട്ട് പരിണമിക്കും. ഒരു വലിയ പോരാട്ടം നടക്കും. അപ്പോൾ സ്ലീപ്പർ സെൽസിനെ കണ്ടെത്താനായിട്ട് വ്യാപകമായ തിരച്ചിൽ നടത്തണം. അത് വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് കണക്ട് ചെയ്തു പോകുമെന്നാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ഖമനേയി കൊല്ലപ്പെട്ടതോടുകൂടി ഈ സംഘർഷം വ്യാപിക്കുകയും പശ്ചിമേഷ്യയുടെ ഭൂപടത്തിന് പുറത്തേക്ക് ഇത് വലിയ രീതിയിലേക്ക് വ്യാപിച്ച് പടരുകയുമാണ്. ഇപ്പം മെഡിറ്ററേനിയൻ മേഖലയിലേക്ക്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് എന്തുകൊണ്ടാണ് ഈ യുദ്ധം വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഘർഷം വ്യാപിക്കുന്നത്? ഇറാൻ്റെ സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ലോകം ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ വിനാശകരമായ വെപ്പണാണ് ഇപ്പോൾ ഇറാൻ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജുകൾ US-ൻ്റെ ഈ സുരക്ഷാ വിഭാഗം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നാലെ പോകാൻ കഴിഞ്ഞതും. ഇപ്പം അമേരിക്കയിലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി വിങ് ഉണ്ട്. ഇവർ പല രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇറാൻ പൗരന്മാരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇറാൻ രണ്ടും കൽപ്പിച്ച് ആക്രമണത്തിന്, അല്ലെങ്കിൽ ഇറാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒരു സൈബർ അറ്റാക്കിന് ഇറങ്ങി പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം ലോകം ഇതുവരെ കാണാത്ത ഒരു അദൃശ്യ യുദ്ധത്തിന് ഇറാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ചുറ്റും ഇന്നലെ വരെ ഉണ്ടായിരുന്ന, നമ്മുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ താമസിച്ചിരുന്ന, നമുക്കൊപ്പം വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകളൊക്കെ ഇറാൻ്റെ ചാവേറുകളായി മാറുന്ന കാലം വിദൂരമല്ലാതെയാകും. അതുകൊണ്ട് എന്തുകൊണ്ടാണോ പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ചില റേഡിയോ സ്റ്റേഷനുകളിലെ ഫ്രീക്വൻസികൾ ഇപ്പോൾ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്, ഇത് സാധാരണ രീതിയിലുള്ള സെല്ലുലാർ ശൃംഖലയിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ഉപയോഗിക്കാതെ സെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ അവർ അത്രയും മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നിഴൽ സേനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആധുനിക യുദ്ധതന്ത്രവും ചാരപ്രവൃത്തിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അമേരിക്കയുടെ CIA അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ മൊസാദിനെയൊക്കെ
മറികടക്കാൻ കഴിയുന്ന ടെക്നോളജിയുമായിട്ടാണ് ഈ സ്ലീപ്പർ സെൽസിൻ്റെ ഓപ്പറേഷണൽ ട്രിഗർ ആരംഭിക്കാൻ പോകുന്നത്. ഓപ്പറേഷണൽ ട്രിഗറിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റും അവിടുത്തെ US സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്തുണയുമായി പാശ്ചാത്യ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗം കൂടി വരുന്നതോടുകൂടി യുദ്ധം അല്ലെ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള സംശയവും ഇതോടെ ഉയർന്നു വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.